ഹലോ പ്രിയപ്പെട്ടവരെ, നല്ലവരായ നാട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കത്തിന് തൃശൂർ വേദിയാകുമ്പോൾ സ്വർണ്ണക്കപ്പ് ഇതാ നമ്മുടെ ഈ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലൂടെയുള്ള ഈ സുവർണ താരകളിലൂടെ ഇതാ ഇവിടെ എത്തിച്ചേർന്ന് അല്പസമയത്തിനുള്ളിൽ ഇതിവിടെ എത്തിച്ചേരുന്നതാണ്. സുവർണ ശോഭയോടെ ആവേശ തിരമാലകൾ തീർത്ത് വിജയത്തിന്റെ പ്രതീകമായി സ്വർണശോഭയോടെ സ്വർണ്ണക്കപ്പ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് അല്പനേരത്തിനുള്ളിൽ അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഈ നാട്ടുകാരുടെ നമ്മുടെ ഹൃദയതാളങ്ങൾ ഏറ്റുവാകുവാൻ 107 പവൻ നമ്മുടെ സ്വർണ്ണക്കപ്പ് ഇതാ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഈ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലുള്ള ഈ വഴിത്താരകളിലൂടെ കടന്നു പോകുന്നതാണ്. ഇനിയുള്ള ഏതാനും ദിവസം അത്യുഗ്ര കലാമാമാങ്കത്തിന്റെ താളവും ഈണവും തൃശൂരിന്റെ കലാഹൃദയത്തെ പുളകം കൊള്ളിക്കുമ്പോൾ, കേരളത്തിന്റെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന വേദികൾ ഉണരുമ്പോൾ അത് ഒരു പുതിയ സുദിനമായി ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ അടയാളപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മടക്കി വെച്ച പുസ്തകത്തിനു മീതെ വളയിട്ട കയ്യിൽ ഉയർന്നു നിൽക്കുന്ന വലം പിരിശംഖ് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ സംസ്കാര തനിമയുടെ പ്രതീകമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഈ സ്വർണ്ണക്കപ്പ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമായി എന്നും ഒടുങ്ങി നിൽക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോ കലോത്സവത്തിന്റെയും മുഖ്യ ആകർഷണമായ ഈ 117.5 പവൻ സ്വർണ്ണക്കപ്പ് ഇതാ നമ്മുടെ ഈ മുട്ടത്തിന്റെ ഈ പരിപാവനമായ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ ഹൃദയത്തിലേക്ക്, ഇതിനെ സാംസ്കാരികമായ സമ്പന്നതയിൽ ഊട്ടിയുറപ്പിച്ച്, ഇതിനെ സ്വീകരിച്ച് ഇതിനു വേണ്ട എല്ലാ പരിഗണനയും എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഇതിനെ നമുക്ക് ഇവിടുന്ന് മറ്റു സ്ഥലത്തിലേക്ക്, അടുത്ത ജില്ലയിലേക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കണം. ഇന്ന് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഈ മുട്ടത്തിന്റെ ഇടുക്കിയുടെ ഹൃദയഭാഗമായ തൊടുപുഴ അടുത്ത മലയോര ഗ്രാമമായ മുട്ടത്തിലേക്ക് അല്പനിമിഷത്തിനുള്ളിൽ നമ്മുടെ ഈ സ്വർണ്ണക്കപ്പ് ഏറ്റവും മനോഹരമായ മലയാളിയുടെ പ്രതീകമായ, മലയാളിയുടെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ, മലയാളിയുടെ സംസ്കാര തനിമയുടെ പ്രതീകമായ, നമ്മുടെ സാഹിത്യത്തിന്റെ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ലോക സാഹിത്യത്തിന് മുന്നിൽ നമുക്ക് വളരെയധികം സംഭാവന നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ പറയുന്ന അടുത്ത ഈ വർഷത്തെ കലാമാമാങ്കത്തിന് തിരികൊളുത്തുവാനുമായി അതിന് മുന്നോടിയായിട്ടുള്ള ഒരു അശ്വമേധമാണ്, പ്രയാണമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. ഉടൻ തന്നെ നമ്മുടെ ഈ മണ്ണിലേക്ക് ഈ കേരളത്തിന്റെ ഹൃദയത്തെ തിലകം ചാർത്തിക്കൊടുത്ത ഈ സ്വർണ്ണക്കപ്പ് ഉടൻ തന്നെ നമ്മുടെ ഈ മണ്ണിലേക്ക് എത്തിച്ചേരുന്നതാണ്. 1986 ആദ്യമായി കലോത്സവത്തിന് തിലകക്കുറി ചാർത്തി സ്വർണ്ണക്കപ്പ് പിറവി കൊണ്ടത്. 1986 നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ സമ്പന്നതയുടെ, നമ്മുടെ കലയുടെ, സാഹിത്യത്തിന്റെ പ്രതീകമായി ഉടലെടുത്ത ഈ സ്വർണ്ണക്കപ്പ്, ഇതിന്റെ സാംസ്കാരികമായ തനിമ, ഇതിന്റെ സ്വത്വം, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിലുള്ള ചില അടയാളങ്ങൾ അത് നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. ശംഖ് എന്നത് നമ്മുടെ നാദത്തെയും, പ്രകൃതിയുടെ നാദത്തെയും നമ്മുടെ നാദത്തെയും ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഒരു തുറന്ന പുസ്തകമുണ്ട്. അറിവിന്റെ മൂന്നാം കണ്ണായിട്ട്, നമ്മുടെ മനുഷ്യന്റെ മൂന്നാം കണ്ണായിട്ട് നമ്മൾ കരുതുന്ന അറിവ്, അതാണ് ഈ പുസ്തകം. അറിവിലൂടെ പ്രഭുത്വം നേടാൻ തലമുറകളായി ശ്രമിക്കുന്ന മലയാളിയുടെ സംസ്കാര തനിമയുടെ, ബുദ്ധിയുടെ, പ്രബുദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കലാകാരന്റെ ഭാവനയിൽ വൈലോപ്പള്ളിയുടെ, മലയാളത്തിന്റെ അനശ്വര കവിയായ വൈലോപ്പള്ളിയുടെ ചിന്തയിൽ കുളിർകൊണ്ടതാണ് നമ്മുടെ ഈ പറയുന്ന ഈ സ്വർണ്ണക്കപ്പിന്റെ രൂപം. ഏറ്റവും മനോഹരമായി 3 പ്രതീകങ്ങളിൽ ഉടലെടുത്ത, 3 പ്രതീകങ്ങളിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ ചിന്തയുടെ, നമ്മുടെ സാഹിത്യത്തിന്റെ, നമ്മുടെ സംസ്കാര തനിമയുടെ ലോകമാതൃകയാണ് നമ്മൾ ഇവിടെ ഈ സ്വർണ്ണക്കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ സുവർണക്കപ്പ് ദർശിക്കുക എന്ന് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമായി കരുതണം പ്രിയപ്പെട്ടവരെ. കാരണം ഇത് ഏറ്റവും മനോഹരമായ ഒരു കാവ്യ ബിംബമാണ്, ഏറ്റവും മനോഹരമായ ഒരു കാവ്യ ശില്പമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ശംഖുനാദത്തെയും പുസ്തകം അറിവിനെയും കൈകൾ അധ്വാനത്തെയും 7 വടകൾ ഇതിനുള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ സുവർണകപ്പിൽ 18 ഇഞ്ച് ഉയരവും 12 ഇഞ്ച് വീതിയുമുള്ള ഈ മനോഹരമായ 107 പവൻ വരുന്ന ഈ സ്വർണ്ണക്കപ്പ് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ അടയാളപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത ഒരു മനോഹര കാവ്യ ബിംബമാണ്, ഒരു കാവ്യശീലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതാ ഇന്ന് ഈ മണ്ണിലൂടെ ഈ സംസ്കാര തനിമയിൽ ഉയർക്കൊണ്ട നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സാംസ്കാരിക പരിച്ഛേദത്തിൽ കലയുടെ സാഹിത്യത്തിന്റെ ഉടനിലമായ കേരളത്തിൽ ഉയർക്കൊണ്ട ഈ തത്വവും ചിന്തയും ഇന്നിതാ ഈ രാജവീഥികളെ പുളകം വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ മുട്ടത്തിന്റെ ഈ രാജവീഥിയിലൂടെ രാജരഥത്തിൽ ഇതാ ഉടൻ തന്നെ കടന്നു വരികയായി. നമുക്ക് ഇത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം. നമ്മുടെ പൂർവികർ അടയാളപ്പെടുത്തിയ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കലയെയും മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ അടയാളമാണ് നമ്മുടെ സംസ്കാരവും കലയും ഒക്കെ. ഉടൻ തന്നെ പ്രിയപ്പെട്ടവരെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പറയുന്ന കലാമാമകത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഈ സുവർണക്കപ്പ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ മഹനീയമായ വേദിയിലേക്ക് ഇങ്ങോട്ട് ഞങ്ങൾ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. ഈ സ്വർണ്ണക്കുപ്പ് കാണുവാനും അതിനെ കണ്ട് ഒന്ന് നിർവൃതിയെടുക്കുവാനും വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും മുട്ടം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മളൊരു ഘോഷയാത്രയായി ഇതിനെ നമ്മൾ ഹൃദയത്തിലേറ്റി നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കുപ്പ് സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുസമ്മേളനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പം തന്നെ എല്ലാവരും എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ കലയുടെ മാമാങ്കത്തിന്റെ ഈ പ്രയാണത്തിന്റെ ഭാഗവാക്കാകുവാൻ ചരിത്രത്താളുകളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർണ്ണക്കപ്പ് ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ഈ മുട്ടം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നമ്മുടെ ഈ സുവർണ്ണക്കപ്പ് ഉടനെ എത്തിച്ചേരുന്നതാണ്. നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ചേർന്ന് നമുക്ക് സ്വീകരിക്കാം. ഈ പറയുന്ന ശംഖുനാഥത്തെയും അറിവിന്റെ പുസ്തകത്തെയും അധ്വാനത്തെയും 7 വടകൾ പ്രതിദാനം ചെയ്യുന്ന സപ്തസ്വരങ്ങളെയും അടയാളപ്പെടുത്തിയ ഈ മനോഹരമായ 107 പവൻ വരുന്ന സുവർണ്ണക്കപ്പ് വയലൂർപ്പള്ളിയുടെ കാഴ്ചബിംബമായി കരുതാവുന്ന സുവർണ്ണക്കപ്പ് ഉടൻ തന്നെ നമ്മുടെ ഈ മുട്ടത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയാണ്.
സപ്തഭാഷാ സംഗമ ഭൂമിയായും കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ചിരിക്കുന്ന സ്വർണ്ണ
ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവം 2026 ജനുവരി 14 മുതൽ 18 വരെ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ശക്തന്റെ മണ്ണിൽ അരങ്ങേറുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓരോ ചാമ്പ്യന്മാർക്ക് നൽകുന്ന സമ്മാനങ്ങൾക്ക് ഇതായി വനിതാരികളുടെ കുടുംബത്തിന്റെ പൗരാവലി സംസ്ഥാന പരിസരത്തേക്കും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചറിയിച്ചുകൊണ്ട് ഇതായി വനിതാരികളുടെ കടന്നു വരികയാണ്. തൃശ്ശൂരിന്റെ ദിനരാത്രങ്ങളിൽ ഉറക്കാൻ വിടാതെ കലാകേരളത്തിന്റെ കൗമാര മിഥുനങ്ങൾ ചിലമ്പുകെട്ടിയാടിക്കൊണ്ട് തൃശ്ശൂരിൽ മറ്റൊരു ഭൂതനഗരിയാക്കി മാറ്റുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓപനം ചാമ്പ്യന്മാരാകുന്നവർക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് ഇതായി വനിതാരികളുടെ പുത്തൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചറിയിച്ചുകൊണ്ട് കടന്നു വരികയും കൈകളിയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ചന്ദ്രഗിരി തുടകടന്ന് ജനുവരി 7-ാം തീയതി പ്രയാണം ആരംഭിച്ച് പിന്നിട്ട വിടക്കാടുകളിൽ കലാകേരളം നൽകിയ ആവേശോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ ചാമ്പ്യന്മാർക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് സ്വീകരിച്ചറിയിച്ചുകൊണ്ട് ആളമേളങ്ങളുടെയും എല്ലാ മതപ്പടിയോടെ പുത്തൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് സമയത്തിനുള്ളിൽ പുത്തൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സ്വർണ്ണക്കപ്പിന് ആവേശോഷ്മളമായ സ്വീകരണം നൽകപ്പെടുകയാണ്. തൃശ്ശൂരിന്റെ യാമങ്ങളെ ഉണർന്നു പങ്കിടാതെ കണ്ണുകാട്ടുക മോദരിയാട്ടവും നിലവിളിയും ദേശീയ നൻപരികളെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ This
സസ്യസുരഭിലമായ വരവേൽപ്പ് നൽകപ്പെടുകയാണ്. ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ തൃശൂരിൽ അരങ്ങേറുകയാണ്. സ്വർണ്ണക്കപ്പ് നമ്മുടെ മുട്ടൻ പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുട്ടത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുട്ടൻ പഞ്ചായത്ത് പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. ഇത്ര വിപുലമായ ഒരു പദ്ധതി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് മുട്ടത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് ഇവിടുത്തെ ആഭാര വൃത്തങ്ങളുടെയും ഒരു സ്വപ്ന പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും മറ്റ് ഔപചാരികമായ ചടങ്ങുകളും ആരംഭിക്കുകയാണ്. അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തികളായിരിക്കുന്ന എത്തിയിട്ടുള്ള ഏവരും ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മാറി നിൽക്കാവോ? ഈ മാല കൊടുത്തു വെച്ചു സാറേ, ഇതൊന്ന് അനൗൺസ് ചെയ്തിട്ട് മാറിയിട്ട് ജനപ്രതിനിധികളുടെ കഴിഞ്ഞു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കുവാൻ നമ്മളിത് ഇവിടെ ഒത്തുകൂടിയിട്ടിരിക്കുകയാണ്. കേരള സ്കൂൾ കലോത്സവം പൊതുസമ്മേളനമാണ് ഇവിടെ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അംഗണത്തിൽ ഇപ്പോൾ സമ്പന്നമാകാൻ പോകുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാദികളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെയും വേദിയിലേക്ക് ക്ഷണിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നമ്മുടെ അധ്യക്ഷപദത്തിൽ നമ്മുടെ ശ്രീ സുരേഷ് കുമാർ സാറാണ്, അക്കൗണ്ട് ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഇടുക്കി. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടെസി സതീഷ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി ഇന്ന് നമുക്ക് ഒപ്പമുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസഫ് സബാസിനാണ്. ഒപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ഗിരീഷ് ചോലയിൽ സാറും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ബഹുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചോലയിൽ സാറുമുണ്ട്. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അലീന മനോജ്, അതുപോലെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ റെജി ഗോപി, മറ്റ് എല്ലാ വിശിഷ്ട അതിഥികളും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കാര്യപരിപാടികൾ തുടങ്ങുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരറിയിപ്പുണ്ട്, വേദിയുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ അല്പസമയത്തേക്ക് ഒന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ കാര്യപരിപാടികൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സ്വർണ്ണക്കപ്പന് മുമ്പിലുള്ള കുട്ടികൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കണം. നമുക്ക് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും നല്ല ചേരിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കടന്നിരിക്കേണമേ, നന്മയായി നീ കടന്നിരിക്കേണമേ, നന്മയായി നീ കടന്നിരിക്കേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള സംസ്കാരത്തിന്റെ പ്രതീകമായ നമ്മുടെ മുമ്പിൽ ഹിമവാന്റെ തലവെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഈ സുവർണ ട്രോഫി, ഇതിനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണത്തിൽ ഇപ്പോൾ സമ്പന്നമാകുന്നത്. നമ്മുടെ ഈ പരിപാടിക്ക് ഈ സ്വർണ്ണക്കപ്പ് സ്വീകരണവും ഒപ്പം നമ്മുടെ ഈ പൊതുസമ്മേളനവും ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച് സംസാരിക്കുവാൻ വേണ്ടി ശ്രീമതി സിൽവിയ OM ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസിനെ വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാ മത്സരമായ യൂത്ത് ഫെസ്റ്റിവല് നമ്മുടെ തൃശ്ശൂരിൽ, സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ജനുവരി 14 മുതൽ 18 വരെയാണ് ആ കലാ മത്സരം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കലാപാരമ്പര്യത്തിന്റെ ഭാഗ്യചിഹ്നമായ സ്വർണ്ണക്കപ്പ് പ്രദർശനത്തിനായി നമ്മുടെ ഈ സ്കൂളിലും ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്.
അത് നമ്മുടെ സ്കൂളിലെ എല്ലാവർക്കും ഈ നാടിന് തന്നെയും ഒരു അഭിമാന നിമിഷമാണിത്. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിലുള്ള കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഡിഗ്രി ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ സുരേഷ് കുമാർ സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി സതീഷ് അവരുകളാണ്. മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായ ഗിരീഷ് ചോലയിൽ സാറാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അലീന മനോജ് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും മെമ്പർമാർ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് റെൻസി സുനീഷ്, PTA വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ PTA SMC ഭാരവാഹികൾ എല്ലാവരെയും ഈ നിമിഷത്തില്, ഈ അസുഖലാഭ നിമിഷത്തില് എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൽ പങ്കാളികളായ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികള്, നമ്മുടെ രക്ഷിതാക്കള്, PTA SMC മെമ്പർമാര്, വിശിഷ്ട വ്യക്തികള്, അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകര്, നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഈ നല്ലൊരു നിമിഷത്തില് നമ്മുടെ നല്ലവരായ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ത്രിമാന സങ്കല്പങ്ങളെ മൂർത്തീകരിക്കുന്ന നമ്മുടെ ഈ സുവർണ ട്രോഫി നമ്മുടെ ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടെസ്സി മാഡത്തെ വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സുരേഷ് കുമാർ സാറ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഈ സ്വർണ്ണ കപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മച്ചെപ്പ് പോലെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഈ അഭിമാന നിമിഷത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ മലയോര മേഖലയിൽ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മൾക്കിപ്പം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏറ്റവും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാഡം. അടുത്തായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുട്ടം ഡിവിഷൻ ശ്രീ ജോസി സുഭാസിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ടെസ്സി സതീഷ്, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, കഴിഞ്ഞ 2 വർഷക്കാലം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. കൈരളി ന്യൂസിന്റെ പ്രതിനിധിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവും റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അന്ന് 1003 പോയിന്റുമായി കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല
ഒന്നാം സ്ഥാനത്തെത്തി കപ്പുയർത്തുമ്പോൾ ഏറ്റവും പുറകിൽ 817 പോയിന്റുമായി ഇടുക്കി ജില്ല ഏറ്റവും അവസാനം 14ാമതായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും 1003 817 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് തോന്നാമെങ്കിലും ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഇടുക്കിയുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, എസ്റ്റേറ്റ് ലയങ്ങളിലടക്കം നമുക്കറിയാം. സ്കൂൾ യൂണിഫോം വാങ്ങാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്ത വേളാങ്കണ്ണിയുടെ ജില്ലയാണ് ഇടുക്കി ജില്ല. ആ ഇടുക്കി ജില്ലയിൽ നിന്ന് 817 പോയിന്റ് നേടിയാണ് നമ്മൾ 14ാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ കലോത്സവത്തിൽ എന്ന് നമ്മൾ ഓർക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുണ്ട്. മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. മറ്റു ജില്ലകളിലുള്ളതുപോലെയുള്ള സ്കൂളിന്റെ എണ്ണമില്ല. കിലോമീറ്ററുകൾ നടന്നാണ് പല കുട്ടികളും സ്കൂളിൽ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 817 പോയിന്റ് പോലും വളരെ വിലപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന കാലങ്ങളിൽ ആ 817 എന്ന പോയിന്റിൽ നിന്ന്, അതായത് 14ാം സ്ഥാനത്ത് നിന്ന് പടിയായി അത് 10ലേക്ക് ഈ കലോത്സവത്തിൽ ഒരു 10ന് ഉള്ളിലുള്ള സ്ഥാനത്തേക്കെങ്കിലും ഇടുക്കി ജില്ലയ്ക്ക് എത്തുകയും വരും കാലങ്ങളിൽ ഈ സ്വർണ്ണക്കപ്പ് നമുക്ക് ഇടുക്കി ജില്ലയുടെ മണ്ണിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ മിമിക്രിയും നാടകവും ഒക്കെ ആയിട്ട് സ്കൂൾ കലോത്സവ വേദികളിൽ ഒരുപാട് പയറ്റി ചിലപ്പോൾ കണ്ണീരണിഞ്ഞ് തിരിച്ചു പോന്നിട്ടുള്ള ആണെന്ന് വരികയും ഇടുക്കി ജില്ലയുടെ ഈ മുട്ടത്ത് നടക്കം സ്കൂൾ കലോത്സവത്തിൽ വലിയ വിജയം, ഇടുക്കി ജില്ല കപ്പ് ചേർത്തപ്പോൾ ഈ മുട്ട സ്കൂളടക്കം ധാരാളം പോയിന്റുകൾ നേടുന്ന ഒരു സ്കൂളായി മാറട്ടെ. അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യവും ഒരുക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇവിടെ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും എല്ലാം സാധിക്കുന്ന ഒരു കാലം വരും. ഇടുക്കിയുടെ സുവർണകാലം ഇനിയാണ് വരാൻ പോകുന്നത് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി മാത്തപ്പാറ ഡിവിഷൻ, നമ്മുടെ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി ചിഞ്ചു റോജിൻ മാഡത്തെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ സ്കൂളിൽ ഈ ഒരു ട്രോഫി വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഏറ്റവും നല്ലൊരു രീതിയിൽ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ ട്രോഫി വച്ച് നമുക്ക് കാണാൻ സാധിച്ചത് തന്നെ നല്ലൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും ആശംസ തരുന്നുണ്ട്. നിർത്തുന്നു. താങ്ക് യു മാഡം. അടുത്തായി നമ്മുടെ നമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അലീന മനോജ് മാഡത്തെ വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, കുട്ടികളെ, മാതാപിതാക്കളെ, ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം എന്റെ കുട്ടി പഠിക്കുന്ന ഈ സ്കൂളിലാണ്. ഇനിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇതൊക്കെ കാണാൻ നമ്മളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അതൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി വൈലോപ്പിള്ളിയുടെ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് കാവ്യ സാഹിതിയിൽ നിന്ന് ഉയർക്കൊണ്ട ഈ സ്വർണ്ണക്കപ്പ് ഇന്ന് ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ. അടുത്തതായി ഈ പൊതുസമ്മേളനത്തിന് ആശംസയർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി റൈജി ഗോപി അവരെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. വളരെ നമ്മുടെ നാടിന് അഭിമാനമാകുന്ന ഈ യോഗത്തിന്റെ പ്രിയങ്കനായ അധ്യക്ഷൻ, അതുപോലെ എന്നോടൊപ്പം ഈ വേദിക കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരായ ജനപ്രതിനിധികൾ, അതിലേറെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരായ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, പ്രിയപ്പെട്ട HM, അതുപോലെ പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കറിയാം നമ്മുടെ നാടിന് നമ്മുടെ തൊട്ടുമുമ്പ് പ്രസിഡന്റ് അടക്കം നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരടക്കം വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നുന്ന സുവർണ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്വർണ്ണക്കപ്പുമായിട്ട് നമ്മുടെ സ്കൂളിൽ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്തത്. ഒന്ന്, എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ വാർഡില് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ സ്കൂളുമായിട്ട് വളരെയധികം ആത്മാബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് വളരെ അധികം നമ്മുടെ നാടിന് തന്നെ ഭാഗ്യമുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കപ്പ് ഇവിടെ കൊണ്ടുപോയി ആളുകളെ ആളുകൾക്കുള്ള കാണുകയും അതുപോലെ വളരെ അഭിമാനത്തോടെയുള്ള നമ്മുടെ മനസ്സിലോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന ഇതിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും ആദ്യമായി നന്ദി ഞാനിവിടെ അർപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കും ഇതുപോലെ തന്നെ കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. മറ്റൊന്നും കൂടുതലധികം സംസാരിക്കുന്നില്ല. ഈ സുവർണ നിമിഷത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്നോട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതി സാറിന് ക്ഷമാവണം. അദ്ദേഹത്തെ ഇത് ചെറിയ നാക്കുപഴുണ്ടായി. സോറി സാർ. അടുത്ത നമ്മുടെ പൊതുസമ്മേളനത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ 2ാം വാർഡ് മെമ്പറായ ശ്രീ ഷഫീർ സാറിനെ വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. പ്രിയമുള്ള ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ട്രസ്റ്റി സതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലീന ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, ഏറ്റവും പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ, അതുപോലെ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്നലകളിലെ സ്കൂളിന്റെ ഓർമ്മകളാണ് നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നത്. തൊട്ടപ്പുറകിലെ പയറും കഞ്ഞിയും നമ്മുടെ സ്കൂൾ വരാന്തകളും നമ്മുടെ സ്കൂൾ ജീവിതവും എല്ലാം ഇതിന് ചുറ്റും ഇങ്ങനെ അലയൊലിച്ച് പോവുകയാണ്. അതൊക്കെ ഓർമ്മകളായി അവശേഷിക്കുമെങ്കിലും നമ്മുടെ മനുഷ്യൻ എന്ന ഈ സംവിധാനം അവസാനിക്കുന്ന സമയം വരെ ഏതൊരാളോട് ചോദിച്ചാലും ഇവിടെ ആദ്യവും അവസാനം പറയേണ്ട ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം എന്നുള്ളത്. സുന്ദരമായ ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ നമുക്ക് എല്ലാവർക്കും ഇതൊരു പുതിയൊരു അനുഭവമാണ്. മുട്ടത്തിന്റെ മണ്ണില് ഒരുപക്ഷെ ഞങ്ങളൊക്കെ തലമുറകളായി കടന്നുപോയ മണ്ണില് ഇതുപോലെ ഒരു സംരംഭം, ഇതുപോലെ ഒരു കപ്പ് ഏതൊരക്കാലം കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ള അഭിമാനകരമായ ഈ സംഘാടനത്തിന് കൃത്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൃത്യമായി അഭിനന്ദിക്കാൻ അവസരം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയുടെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ആ കിട്ടിയ കപ്പെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ജില്ലയിൽ മത്സരിച്ചപ്പോൾ അന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ മത്സരിച്ചപ്പോൾ മലപ്പുറത്തെയും കോഴിക്കോടെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇടുക്കി ജില്ല ചാമ്പ്യനായ ഒരു കാലഘട്ടമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതിന്റെ സ്വീകരണം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരെയും കൂട്ടി ഈ ടൗണിലൂടെ വന്ന് ഈ സ്കൂളിൽ കൊടുത്ത ഒരു കാലഘട്ടം ഓർമ്മയിൽ കടന്നു പോവുകയാണ്. എന്നിരുന്നാലും കൂടുതലായും പറയാതെ ഈ ഉജ്ജ്വലമായ മുഹൂർത്തത്തിന് കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ട് വരുംകാലങ്ങളിൽ ജോസിൽ പറഞ്ഞ പോലെ തന്നെ വരുംകാലങ്ങളിൽ മുന്നോട്ട് പലതും നേടാനുള്ള ഒരു ഹേതുവായി, ഒരു കാഴ്ചക്കാരായി, ഒരു കാരണമായി ഈ കപ്പ് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും നന്ദി, നമസ്കാരം.
താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ 7ാം വാർഡ് മെമ്പറായ ശ്രീ വിഷ്ണു അവരുടെ വളരെ ബഹുമാനത്തോടെ വേദി അഡ്രസ് ചെയ്യാൻ ക്ഷണിക്കുന്നു സാർ, പ്ലീസ്. ഈ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ടീച്ചർമാരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്നൊന്നും ഇങ്ങനെയൊരു സ്വീകരണമോ ഒരു ആഘോഷമോ ഒന്നും ഈ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ സ്വന്തം സ്കൂളിൽ തന്നെ കാണാൻ കഴിഞ്ഞ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് ഇതുപോലുള്ള സമ്മാനങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് ഇനിയും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. അടുത്തായി ശ്രീ എസ് ജോർജ് അവരുടെ വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാർ, പ്ലീസ്. ബഹുമാനിയായ യോഗാധ്യക്ഷ, മറ്റ് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, സ്കൂളിലെ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സ്നേഹവന്ദനം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിൽ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഒരു സുവർണ അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. പുതുവർഷത്തിൽ ഒരു പുതിയ സ്വർണ്ണ ദിനം നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ അനുമോദിക്കുന്നു. നമുക്ക് ഈ സ്വർണ്ണക്കപ്പ് നേരിൽ കണ്ട് ഒന്ന് കയ്യിൽ ഏന്തി ഒന്ന് മുത്തം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ കൊച്ചു ഗ്രാമത്തിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആളുകൾക്കും, പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിരമിക്കുന്നു. നന്ദി. ശ്രീ ഐസ സാർ, താങ്ക് യു. അടുത്ത നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീ ജോസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, അഡ്രസ് ചെയ്യാൻ വേണ്ടി സാർ, പ്ലീസ്. വേദിയിലും സഹകരിക്കുന്ന എൻ്റെ നല്ലവരായ നാട്ടുകാരെ, കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനൊരു സ്വർണ്ണക്കപ്പ് ഇവിടെ വരുവാനും ഇവിടെ എത്തിക്കുവാനും കൊണ്ടുവന്ന എല്ലാവർക്കും നന്ദിയും ആശംസയും അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, 101 ഭവൻ സങ്കല്പിച്ച് തുടങ്ങിയ ഈ ആദ്യകാല യാത്രയിൽ കേരളക്കരയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും നമ്മുടെ പ്രബുദ്ധരായ നമ്മുടെ സംസ്കാര സമ്പന്നരായ ആളുകളുടെ എല്ലാവരും സഹായത്തോടു കൂടിയാണ് കപ്പുണ്ടായി വന്നപ്പോൾ 107 ഭവനായി. അത് 117 ഭവനായി കപ്പുണ്ടായി വന്നപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഹൃദയമാണ് ഈ കപ്പ്. ഇതിനെ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ബെന്നി പ്ലാക്കോട്ടർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന രണ്ട് വാക്ക് സംസാരിക്കുന്ന സാർ, പ്ലീസ്. ഏറ്റവും ബഹുമാനിയ പഞ്ചായത്ത് പ്രസിഡന്റടക്കമുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ടീച്ചറോ, പ്രിയ സുഹൃത്തുക്കളെ, ഈ 117 പവൻ രൂപയുള്ള സ്വർണ്ണക്കപ്പ് കാണാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇന്നാണ് നേരിൽ കാണുന്നത്. എന്തായാലും ഞാനൊരു പ്രശ്നമില്ല, കാരണം ഇവിടെ 9 മണിക്ക് വരേണ്ടിയിരുന്ന ഈ സ്വർണ്ണക്കപ്പ് എത്തി ഇപ്പോൾ 11 മണിയായിരിക്കുന്നു. ഇതുപോലെ പല സ്കൂളുകളും ഇത് കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഒരു ബോധ്യം എല്ലാവർക്കും. അവരുടെ ചുരുങ്ങിയ വാക്കിൽ പ്രസംഗിച്ച് എല്ലാവരും നിർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തായി നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി മുട്ടം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബിജു ശങ്കർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാർ, പ്ലീസ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമുക്കറിയാം, സംസ്കാര കേരളത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയിലാണ് നമ്മുടെ സ്വർണ്ണക്കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു അസുലഭ നിമിഷം ബാക്കിയുള്ള ഈ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞതുപോലെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥിയായി എനിക്കും മനസ്സിൽ ആനന്ദം തുള്ളിക്കൊള്ളുന്ന അവസ്ഥയാണ്. ഇത് ഇവിടെ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിലേക്ക് പോയപ്പോൾ സ്നേഹം നൽകുന്നതിനും നമുക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാകാരനും വിദ്യാരംഗത്തിന്റെ
ആർട്ടിസ്റ്റുമായ ശ്രീ ചിറയൻകീഴ് ശ്രീകണ്ഠൻ സാറായിരുന്നു നമ്മുടെ ഈ ട്രോഫി ഡിസൈൻ ചെയ്ത് വൈലോപ്പള്ളിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അതിൻ്റെ മഹനീയ മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ബിജു സാറിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു. അടുത്തായിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ കലോത്സവ ജേതാവ് കൂടിയാണ്, നമുക്ക് അഭിമാനിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ നാടിന് സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാവ് കൂടിയായ നാടിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്ത പേര് കൂടിയാണ്, നമുക്ക് മുട്ടത്തിന് അഭിമാനമാണ്. ശ്രീ സലീം എച്ച് അവർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി വളരെ ബഹുമാനത്തോടെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. നമസ്കാരം. വേദിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നല്ലവരായ മുട്ടൻ നിവാസികളെ, ഞാൻ ഈ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1975 മുതൽ 92 കാലഘട്ടം വരെയും ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മോണോആക്ട്, കേരളനടനം എന്നിനങ്ങളിൽ പങ്കെടുക്കുകയും ഭരതനാട്യം ഉൾപ്പെടെ എല്ലാത്തിലും എ ഗ്രേഡും ഫോക്ക് ഡാൻസ് 92-ൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിച്ച വ്യക്തിയാണ്. അതുകൂടാതെ ഇന്ന് ഈ 84 വർഷം പൂർത്തിയാകുന്ന ഈ കലോത്സവത്തിൽ ഈ സ്വർണ്ണക്കപ്പ ഇവിടെ എത്തി നിൽക്കുന്ന ഞാൻ പഠിച്ച സ്കൂളിൽ ഇത് കാണാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. എനിക്ക് തിരക്കുകളാണ്. പ്രോഗ്രാം ഞാൻ ചങ്ങനാശ്ശേരി ജയകലാ സമിതിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്നലെ പാലക്കാട് പ്രോഗ്രാം ആയിരുന്നു, ഇന്ന് പ്രോഗ്രാം ചെങ്ങന്നൂരാണ്. ബഹുമാനപ്പെട്ട മിൻസി ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, അതനുസരിച്ച് ഞങ്ങൾ കൂടി വന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്നു. ഈ വർഷവും കേരളത്തിലെ 10 ജില്ലകളിൽ നിന്നായി 430ഓളം കുട്ടികളുമായിട്ട് ജനുവരി 13-ാം തീയതി തൃശ്ശൂരിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് ഞാൻ. ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മഹാപ്രതിഭകളെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് നമ്മുടെ കടന്നു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ നടക്കാൻ പോകുന്നതുമായ ഓരോ കലോത്സവങ്ങളും. അടുത്തായി നമ്മുടെ വേദി അഡ്രസ് ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി കെ മോഹൻ അവർ. സാറിനെ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ സാർ പ്ലീസ്. ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷത നൽകിയിരിക്കുന്ന പ്രിയമുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി ടെസി സതീഷ്, ഈ വേദിയിലുള്ള ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉദ്യോഗസ്ഥരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമുക്കറിയാം, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. അത് വർഷങ്ങൾ 64ാമത് സ്കൂൾ കലോത്സവമാണ് ഈ ജനുവരി 14 മുതൽ 18 വരെ നമ്മുടെ സാംസ്കാരിക നഗരമായ, സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. ഈ കലോത്സവം നമ്മൾ തുടക്കം മുതൽ ടിവിയിലൂടെ എല്ലാം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ വളരെ കൗതുകരമായി, വളരെ ആവേശപരമായി കാണാൻ കഴിയുന്ന ഒട്ടേറെ കലാപരിപാടികൾ, കലാവിരുന്നാണ് ആ 4 ദിവസക്കാലവും നേരം വിളക്കുന്നവരെയുള്ള പ്രോഗ്രാമായി നമുക്ക് തന്നെ വലിയൊരു ആവേശം. ഇന്ന് നേരിൽ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പല ആഗ്രഹങ്ങളും പല സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ കേരളീയ കലാലോകത്തെ മൺമറഞ്ഞു പോയ ഒട്ടേറെ കലാരൂപങ്ങളും കലാവിരുന്നുകളെല്ലാം അരങ്ങേറുന്ന ഒരു വലിയ ഉത്സവമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. അതിലെല്ലാം വിജയികളാവുന്ന, അങ്ങനെ ആ മത്സരങ്ങളിലെല്ലാം മാറ്റിവെക്കുന്ന ജില്ലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പാരിതോഷികമാണ്, സമ്മാനമാണ് നമ്മുടെ ഈ 117 പണം വരുന്ന ഈ സ്വർണ്ണക്കപ്പ്. തീർച്ചയായും ഇത് നമ്മുടെ മുട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കപ്പ് ഇവിടെ കൊണ്ടുവരുവാനും ഇവിടെ അതിനുള്ള സ്വീകരണം, ഈ അപാരപ്പെട്ട ജനങ്ങളെ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ സ്വീകരണം കൊടുക്കുവാനൊക്കെ ഇവിടെ സാധിച്ചതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. അതിന് മുൻകൈയെടുത്ത
ഇവിടുത്തെ PTA-യും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഈ സ്കൂൾ കലോത്സവത്തിന് ഇതൊരു പുതിയ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ സ്വർണ്ണക്കപ്പ് ഇങ്ങനെ ജില്ലകൾ തോറും ഇതിന്റെ മുന്നോടിയായി കൊണ്ടുനടക്കുന്ന ഒരു പര്യടന പരിപാടി എനിക്ക് ആദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മൾ TV-യിലൂടെ മാത്രമാണ് കാണുന്നത്. നേരിൽ കണ്ട് ഇത്രയും വലിയ സ്വർണ്ണ കപ്പ് കാണുവാൻ നമുക്ക് ഇടയായി തന്നെ വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഈ പരിപാടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നല്ല നിലയിൽ വളരെ മഹത്തരമായി എല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാളും ഊർജിതമായ നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ സ്വീകരണ പരിപാടി ഏർപ്പെടുത്തിയ സംഘാടകർക്കെല്ലാം ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളോടും കൂടി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി രൺസി സുനീഷ് നടത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത സ്നേഹധന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടെസി സതീഷ്, ഈ വേദിയെ ഏറ്റവും ഭംഗിയായി തീർത്തിട്ടുള്ള വേദിയിലെ ഏറ്റവും ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഏറ്റവും അഭിമാന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദ്യമായിട്ടാണ് മുട്ടം ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്കൂളിന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തത് PTA എക്സിക്യൂട്ടീവിന്റെ സ്നേഹവും അതുപോലെ തന്നെ അഭിനന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ഒരു സ്വീകരണ യോഗത്തിൽ ഏറ്റവും മനോഹരമാക്കി തീർത്ത ഇന്നാട്ടിലെ ക്ഷണിക്കപ്പെട്ടതും എല്ലാവരുമായി എന്നോടൊപ്പം പങ്കുചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ കലാ സാംസ്കാരിക വേദികളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, അങ്ങനെ എല്ലാവരെയും ഈ ഒരു അവസരത്തിലേറെ നന്ദിയോടെ ഓർക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരടുത്തായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുമാനമുള്ള വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരം ശ്രീ ഗിരീഷ് കോലെ സാറിനെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ രണ്ടുപേർ സംസാരിക്കാൻ വിളിക്കുന്നു. സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സ്വർണ്ണക്കപ്പിന്റെ പ്രയാണത്തിന് അതിമനോഹരമായ ഒരു വരവേൽപ്പാണ് നമ്മുടെ സ്കൂൾ നൽകിയിട്ടുള്ളത്. ഈ സ്വർണ്ണക്കപ്പിന്റെ ഈ വർഷത്തെ യാത്രയിൽ ഇത്രയധികം ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള, കുട്ടികളെക്കാൾ കൂടുതലായിട്ട് നാട്ടുകാർ പങ്കെടുത്തിട്ടുള്ള ഒരു സ്വീകരണ ചടങ്ങ് ഇത് ആദ്യമായിട്ടായിരിക്കും. എല്ലാവരും വന്ന് ഈ ഒരു കലോത്സവത്തെയും മനുഷ്യനെയും മനുഷ്യ മനസ്സിനെയും എല്ലാം വളരെ സുന്ദരമായി ഈ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ പറയുകയുണ്ടായി. ഈ ഒരു കലോത്സവത്തിന്റെ ഈ സ്വർണ്ണക്കപ്പിന്റെ മൂല്യം നമ്മൾക്ക് ഒരിക്കലും നമ്മൾക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത അത്രയും അമൂല്യമായ ഒരു നിധി നമ്മളുടെ മുൻ തലമുറ നമ്മൾക്ക് തന്നുപോയിട്ടുള്ള ഒരു നിധിയാണ് നമ്മളുടെ ഈ സ്വർണ്ണക്കപ്പ്. ഇത് നമ്മുടെ സാംസ്കാരിക തനിമ നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് വളർന്ന് അത് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ അവസരമാണ് നമ്മുടെ സ്കൂൾ കലോത്സവം നമ്മൾക്ക് നൽകുന്നത്. അത്തരത്തിലുള്ള ഈ ഒരു സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണം നിങ്ങൾ നെഞ്ചേറ്റി കുട്ടികൾ വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് ഇതിനെ സ്വീകരിച്ചാനയിച്ചു ഇവിടെ എത്തിച്ചു. നേരത്തെ തന്നെ വളരെ മേക്കപ്പോട് കൂടിയിട്ട് ഇവിടെ എത്തി. നിങ്ങളുടെ സ്വന്തം കുട്ടികൾ ചെണ്ടമേളം അവതരിപ്പിച്ചു. അധ്യാപകരും രക്ഷകർത്താക്കളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നതോടുകൂടി തന്നെ ഇതിന്റെ മൂല്യം ഇവിടെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് 2 വരി പാട്ട് പാടി. ഇവിടെ വളരെ ഇളഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇളഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു.
രജതരേഖകൾ നിഴലുകൾ പാകി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി ഈ നിലാവിൻ നീലഞ്ഞുറികൾ ഓമനെ നിൻ പാവാടയിളകി കഴിഞ്ഞ ദിനത്തിൻ നിഴലുകൾ പോലെ അകന്നു പൂമ്പട്ടുസിരകൾ ഇലഞ്ഞി പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. വളരെ മനോഹരമായ ഈ ഇലഞ്ഞിയുടെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഇത്രയും സുന്ദരമായ രീതിയിൽ വളർന്ന എത്രമാത്രം ഇലഞ്ഞി വനങ്ങൾ അതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മേളനം കൂടാൻ പറ്റിയത് നമുക്ക് ഇതെന്നും ഒരു തിരിശേഷിപ്പായിട്ട് ഓർമ്മയായിട്ട് നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവും. പങ്കെടുത്ത എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനവും നന്ദിയൊക്കെ അറിയിക്കും. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യാത്രയ്ക്ക് ഈ 117 പവൻ വരുന്ന ഈ സുവർണ സിംഹാസനത്തിന്റെ അല്ലെ കിരീടത്തിന്റെ യാത്രയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചൊലൈ സാറാണ്. സാറ് നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് ഒന്നുകൂടി അഴക് കൂട്ടിയിരിക്കുകയാണ്. മനോഹരമായ പാട്ടുകൾ നമുക്കായി സമ്മാനിച്ചിരിക്കുകയാണ്. സാറിനോടുള്ള ഈ സ്കൂളിന്റെ നന്ദിയും നാടിന്റെ നന്ദിയും ഹൃദയാഴങ്ങളിൽ ഈ വേദിയിൽ രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. അടുത്തായി നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി സീനിയേഴ്സായ നമ്മുടെ സ്കൂളിലെ സീനിയേഴ്സായ ശ്രീ ഗോപകുമാർ സാറിനെ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. വേണ്ടായിരുന്നോ? അങ്ങോട്ട് നോക്കി നിന്നാ ഇത് ക്യാമറ എടുക്കാൻ എല്ലാ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആൾക്കാർക്കും, രക്ഷിതാക്കൾക്കും, സ്റ്റുഡൻസിനും എല്ലാം ഈ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന വിശിഷ്ട വ്യക്തികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും നിന്ന് ഒരൊറ്റ ഫോട്ടോ എടുക്കാൻ ഒന്ന് നിൽക്കണം, എന്ന് സഹായിക്കണം. അതിനുശേഷം മാത്രമേ പിരിഞ്ഞു പോകാവുള്ളൂ. ഈ കലയുടെ സ്വർണ്ണക്കപ്പിന് അടുത്ത സുഗമസ്ഥലമായ കരിമുന്നം സ്കൂളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം കോട്ടയത്തേക്ക് യാത്ര തിരിക്കും. എല്ലാവരും ഒരൊറ്റ നിരനിരയായിട്ട് നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും കിട്ടത്തക്ക രീതിയിൽ. ഇതൊക്കെ മുട്ടത്തിന്റെ സ്കൂളിന്റെ ഒരു ചരിത്രത്തിന്റെ സംഭവമായി മാറിയിരിക്കുകയാണ്. ഒരു സ്വർണ്ണക്കപ്പ്, സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് മുട്ട സ്കൂളിൽ എത്തുക എന്നുള്ളത് ചരിത്ര സംഭവമായി മാറി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഒഴുക്കുന്നതിന് വേണ്ടി ചണ്ടമേളം അവതരിപ്പിച്ചത് കോട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചണ്ടമേളം ആയിരുന്നു എന്നുള്ളത് അന്നയോടെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മറ്റൊരു ഈ പരിപാടിയുടെ എല്ലാവരുടെ നന്ദിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാം സൈഡിലും ബാക്കിലുമായിട്ട് നിൽക്കുക. പ്ലീസ് എല്ലാവരും നിന്ന് പ്ലീസ് പ്ലീസ്. വിദ്യാർത്ഥികൾ സമയമില്ലാന്ന് പറഞ്ഞിട്ട്
കേരളത്തിലെ ഏറ്റവും വലിയ കൗമാര കലാ മാമാങ്കമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ പൂരനഗരിയായ നോക്കിയെടുത്ത്